ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മജ്ബൂസ് റെസിപ്പിയാണ്. ഞാൻ കഴിച്ചിട്ടുള്ള അറബിക് റൈസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൈസാണ് ഇത്. നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. നമുക്കെന്നാ റെസിപ്പിയിലേക്ക് പോയാലോ. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ 2-3 പീസ് പട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക, ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ പച്ചമുളകൊക്കെ പോകുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഡ്രൈഡ് ലെമൺ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ റൈസിന് വേണ്ടിയിട്ട് 4 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കഴുകി എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 kg ചിക്കനാണ്. ഞാനിതിലൊരു 4 പീസ് നല്ല വലുതായി കട്ട് ചെയ്തതും ബാക്കിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ്. ചെറുതായി കട്ട് ചെയ്ത ആ ഒരു പീസ് അത് റൈസിൻ്റെ കൂടെ തന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ വെക്കാം. ബാക്കിയുള്ളത് ഒരു 3/4 വേവൊക്കെ ആവുമ്പോൾ ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റി വെക്കണം. ചെറുതായി കട്ട് ചെയ്ത പീസ് റൈസിൻ്റെ കൂടെ തന്നെ കുക്കാവുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും റൈസിന്. ഇനി നമുക്കതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 ഗ്ലാസ് അരി അരമണിക്കൂർ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ക്യൂബൊക്കെ ഇടുന്നതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. എന്നാൽ ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് ഒരു പകുതി വേവാവുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ റൈസൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കോ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും തക്കാളിയും റൈസ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ഇത്തിരി ഓവർ കുക്കായി പോവും. ഇതുപോലെ ലാസ്റ്റ് ആകുമ്പോൾ അത് ഓവർ കുക്കാവോ ഇല്ല, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയും കൂടി ചെയ്യും. ഞാൻ അതുകൊണ്ട് ലാസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതുപോലെ ദം ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്കാവട്ടെ. ഇനി നേരത്തെ എടുത്തു വെച്ച ചിക്കനിലേക്ക് ഒരു ഇത്തിരി മജ്ബൂസിൻ്റെ മസാല കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ദം ചെയ്ത് വെച്ചപ്പോൾ റൈസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു 3/4 ഭാഗം കുക്കായതാണ്. ദം ചെയ്ത് വെച്ചപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഇത്തിരി ഗീയും അതുപോലെ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഞാൻ നന്നായി ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച് റൈസിലേക്ക് നമുക്ക് ഇത്തിരി മല്ലിയില ആഡ് ചെയ്യാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ കൂടി ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനൊരു 3 ചാർക്കോൾ കത്തിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഇതുപോലൊരു പാത്രത്തിൽ ഇതിൻ്റെ നടുക്കായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ഓയിൽ ആഡ് ചെയ്ത് പുക ഇങ്ങനെ വരുമ്പോൾ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിരിക്കും ഇതിന്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇതെടുത്ത് മാറ്റി വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു മജ്ബൂസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.